എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെനറ്റിക് ഡിസോർഡർ മൂലം വേദന എന്താണെന്നറിയാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കാമുകിയെ കുറച്ച് പേര് തട്ടിക്കൊണ്ടു പോകുന്നു. ഇങ്ങേര് പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ, അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് ലെവന്മാരെ പൂട്ടാനായിട്ട്. പക്ഷെ ഇങ്ങേർക്ക് അടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഗണ്ണ് പിടിക്കാൻ അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. എന്നാൽ ഗുണ്ടകൾ അടിക്കുന്ന അടി ഇങ്ങേർക്ക് അറിയാൻ പറ്റില്ല. കാരണം വേദന എന്ന് പറയുന്ന സാധനം ഇപ്പറഞ്ഞ ജെനറ്റിക് ഡിസോർഡർ മൂലം ഇങ്ങേർക്ക് അറിയാൻ പറ്റില്ല. സോ ഗുണ്ടകൾക്കൊക്കെ എത്രത്തോളം ഭ്രാന്ത് പിടിക്കും, അതാണ് ഈ ഒരു എൻ്റെയർ സിനിമ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസങ്ങൾ പോവും. പിന്നെ സിനിമയുടെ കഥയിലോട്ട് എത്തിക്കിട്ടാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല സെക്കൻഡ് ഹാഫിലൊരു കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സമയം 6:30. നമ്മളുടെ നായകനായി നെയ്റ്റ് കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോകാൻ നിൽക്കുന്നു. പോകുന്നതിന് മുമ്പ് കഴിക്കാനുള്ള ഫുഡൊക്കെ കൂടെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടാണ് പോകുന്നത്. തിന്നാനുള്ളത് ജ്യൂസ് അടിക്കാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാറെടുത്ത് പുറപ്പെടുന്നു. പൊക്കോണ്ടിരിക്കുമ്പോൾ പാട്ടൊന്നുമല്ല മൂപ്പരാൾ കാറിലിരുന്ന് കേൾക്കുന്നത്, നല്ല ഒന്നാം തരം മോട്ടിവേഷനാണ്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടാ വല്ല റിയാക്ഷൻ എവിടെ? അതുമാത്രമല്ല പോകുന്ന വഴിക്ക് നല്ല മുട്ടൻ ട്രാഫിക്കാണ്. പുറകീത്തെ കാറുകളാണെങ്കിൽ വമ്പൻ തെറിവിളിയാണ്. പക്ഷെ നമ്മളുടെ നെയ്റ്റിനാണെങ്കിൽ യാതൊരു പരാതിയുമില്ല, നല്ല കൂൾ ആൻഡ് കാമായിട്ടിരിക്കുന്നു. സോ പുള്ളിക്കാരൻ അത്ര നോർമൽ അല്ല. അങ്ങനെ ഓഫീസിലെത്തി. ഒരു ബാങ്കിലാണ് പുള്ളിക്കാരന് ജോലി. അവിടെ ആണെങ്കിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ് നെയ്റ്റ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നെയ്റ്റിൻ്റെ മാലാക അങ്ങോട്ട് വരുന്നത്. ലെവളുടെ പേരാണ് ഷെറി. ഇവള് വന്നപ്പോൾ മുതൽ നെയ്റ്റിൻ്റെ 2 കണ്ണും മത്തങ്ങ വലിപ്പത്തിലാവുന്നുണ്ട്. എന്നാൽ ഷെറി നോക്കുമ്പോഴാണേലോ ഇതാണ് ലെവൻ്റെ റിയാക്ഷൻ. അവളോടൊന്ന് സംസാരിക്കാൻ പോലും പേടിയാ. പക്ഷെ അവൾക്കും ചെറിയൊരു നോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെഡ് എന്നയാൾ നെയ്റ്റിനെ കാണാൻ വരുന്നത്. ഈ ടെഡാണെങ്കിൽ വലിയൊരു തുക ലോൺ എടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങേർക്കാണെങ്കിൽ തിരിച്ചടക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 100,000 പ്രശ്നങ്ങളുണ്ട് അങ്ങേർക്ക്. അതിൻ്റെ ഇടയിൽ തൻ്റെ ഭാര്യയുടെ മരണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടില്ലാണ്ടായിരിക്കുന്ന ഒരു മനുഷ്യൻ. നെയ്റ്റ് അവൾ പോയതോടുകൂടെ ഞാനാകെ ബ്രോക്കണാ. 50 വർഷത്തെ മാരേജ് ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഈ പ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായില്ലേ? നിങ്ങൾക്ക് വേണ്ടി തൽക്കാലത്തിന് ലോണിൻ്റെ പേപ്പേഴ്സ് ഞാൻ ഹോൾഡ് ചെയ്യുക. സോ കുറച്ച് ടൈമും കൂടെ കിട്ടും. അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും നിങ്ങളത് തിരിച്ചടക്കാൻ നോക്ക്. എനിക്കിത്ര ചെയ്യാൻ പറ്റൂ. ഇത് കേട്ടേക്ക് ടെഡാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. നെയ്റ്റ് അത്രയും വലിയൊരു കാര്യം തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നെയ്റ്റ് ടെഡിൻ്റെയും വൈഫിൻ്റെയും പ്രണയകഥ കേട്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. സോ ഒരു ചായ കുടിച്ചിട്ട് ഓക്കെ ആവാമെന്ന് വിചാരിച്ച് ചായ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും മൈൻഡ് മൊത്തം ആ മനോഹരമായ പ്രണയം മാത്രമാണ്. അങ്ങനെ ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെറി വന്നിട്ട് അങ്ങ് തട്ടുന്നത്. അതോടുകൂടെ തിളച്ച ചായയാണ് കയ്യിൻ്റെ മേളിലാവുന്നത്. സാധാരണ തിളച്ച ചായ നമ്മളുടെ മേത്തായ നമ്മളെന്താ ചെയ്യുക? പടച്ചോനെ വിളിച്ചങ്ങ് അലറും. എന്നാൽ നെയ്റ്റ് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നില്ല. തിളച്ച ചായ മേലുമായി കയ്യുമ്മ പാടുമായി. പക്ഷെ ഇങ്ങേരാണെങ്കിൽ കാമേൻ കൂളായിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല കുറേ വട്ടം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഷെറിയാണേലോ എന്തേലും പറ്റിയോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിനത് തുടച്ചു കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങേരാണെങ്കിൽ കൈ വലിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നു, ഓഫീസിലോട്ട് തിരിച്ചു പോകുന്നു. അവനിക്ക് ഈ ഗേൾസുമായിട്ട് ഇടപെടാനൊക്കെ അത്ര വലിയ പരിചയമില്ല. എന്തൊക്കെയാണേലും നമ്മളുടെ ഷെറി ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇവൻ ജസ്റ്റ് ഔന്ന് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഷെറി നെയ്റ്റിൻ്റെ ക്യാബിനിലോട്ട് വരുന്നു. നെയ്റ്റ് ഐം സോറി, നീ ഓക്കെ അല്ലേ? പിന്നല്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ പോയാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണ്. ശരി ഓക്കെ, ഇനി എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കി എന്നും പറഞ്ഞ് ഷെറി പോകുന്നു. അപ്പോഴാണ് ടെഡിൻ്റെയും വൈഫിൻ്റെയും പേപ്പേഴ്സ് നെയ്റ്റ് കാണുന്നത്. അത് കണ്ടേക്ക് അവൻ ഉറപ്പിച്ചു അവൻ്റെ ലൈഫിലും വേണം ഇവരെ പോലൊരു മനോഹരമായ പ്രണയം എന്ന്. സോ ഷെറിയെ വിളിക്കുന്നു, ലഞ്ചിന് പോവാന്ന് പറയുന്നു. അങ്ങനെ കഫേയിലെത്തി. ഇവൻ ജസ്റ്റ് ഷെയ്ക്ക് മാത്രമാണ് ഓർഡർ ചെയ്യുന്നത്. നെയ്റ്റ് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാ. അല്ല എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാ. ഓക്കെ എന്നും പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഇവൾ ഓർഡർ ചെയ്യുന്ന ഫുഡാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റാണ്. അതുമാത്രമല്ല ഇത് കഴിക്കാനായിട്ട് അങ്ങ് നിർബന്ധിക്കുന്നു. പക്ഷെ നെയ്റ്റ് ആണെങ്കിൽ തയ്യാറാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ അവൾക്കാണെങ്കിൽ നൈസായിട്ട് മൂഡ് പോകുന്നുണ്ട്. ഷെറി ഐം സോറി, മൂഡ് കളയാനല്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞ്. എനിക്കൊരു കുഴപ്പമുണ്ട്, ഒരു ജെനറ്റിക് ഡിസോർഡർ, സീപ്പ എന്ന് പറയൂ അതിന്. ഈ സീപ്പ കാരണം വേദന എന്തെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് എൻ്റെ നാവ് കടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ടേസ്റ്റ് അറിയില്ല എന്നല്ല, ഫുഡിൻ്റെ ചൂടും തണുപ്പൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജ്യൂസൊക്കെ കുടിക്കുന്നത്. അതുകൊണ്ടാണല്ലേ നേരത്തെ ചായ പോയപ്പോൾ റിയാക്ഷൻ ഇടാണ്ടിരുന്നത്? അതെ, ഞാൻ പിന്നെ അധികം ആൾക്കാരായിട്ട് അങ്ങനെ മിങ്കിളാവാറില്ല.
ഈ ഒരു അവസ്ഥ കാരണം ഇതൊക്കെ കേട്ടാൽ സാധാരണ എല്ലാവരും ഒന്നില്ലെങ്കിൽ സിമ്പതി കാണിക്കും, അല്ലെങ്കിൽ വിയേഡായിട്ട് ചിന്തിക്കും. പക്ഷെ നമ്മളുടെ ഷെറി നേരെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു എക്സൈറ്റ്മെന്റ് പോലെ. അതാണെങ്കിൽ അവനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്റ്റ് അവന്റെ ബാക്കി കഥ പറയുന്നത്. ഈ സീപ്പ ജനറ്റിക് ഡിസോർഡറുള്ള ആൾക്ക് മാക്സിമം 25 വയസ്സ് വരെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർക്ക് എവിടെയെങ്കിലും ഒരു മുറിവായി കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് എത്രത്തോളം ചോര പോകുന്നുണ്ട് എന്നൊന്നും അറിയാനും പറ്റില്ല. ബാക്കി എന്താ നടക്കാന്ന് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നമ്മളുടെ നെയ്റ്റിന്റെ പേരൻസ് കുറെ കാലം അവനെ ലോക്ക് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുറെ ട്രോമയിലൂടെയാണ് പുള്ളിക്കാരൻ കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ നമ്മളുടെ നെയ്റ്റ് 25 വയസ്സും കടന്ന് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല അവന്. അങ്ങനെ ഈ സമയത്താണ് നൈറ്റ് നമുക്ക് കണ്ടാലോ എന്നൊക്കെ ഷെറി ചോദിക്കുന്നത്. അങ്ങനെ രാത്രിയായി. ഇവനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡാ. ഇവന്റെ ലൈഫിൽ ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നെയ്റ്റിന്റെ അഭിപ്രായം ചോദിക്കാനൊന്നും അധികം കൂട്ടുകാരില്ല. എന്നാൽ ഒരുത്തനുണ്ട്, ഒരു ഒന്നാന്തരം കൂള് മനുഷ്യൻ. സ്വന്തമായിട്ട് ഹാർലിയൊക്കെ ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ നല്ല മുട്ടൻ ലുക്കാ. പക്ഷെ ഇവർ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല. സംഭവം വേറൊന്നുമില്ല, നെയ്റ്റിന്റെ ഗെയിമർ ഫ്രണ്ടാണ് ആള്. ലെവന്റെ പേരാണ് റോസ്. ഈ റോസ് ആണെങ്കിൽ പോയി കാണവളെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ നെയ്റ്റ് ഉറപ്പിച്ചു ലെവളെ മീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ മീറ്റ് ചെയ്തു. ഷെറിയാണെങ്കിൽ അവളുടെ ഫാമിലിയെക്കുറിച്ചും ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ട്. ഇനിയും സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രണയത്തിലോട്ടാ ഇവരുടെ പോക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്റ്റിന്റെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് വരുന്നത്. അതും നോവക്കെയിൻ എന്ന ഇരട്ട പേരും വിളിച്ചിട്ട്. പണ്ട് മുതലേ കൂടെ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഒരു പരിപാടിയാണ് നെയ്റ്റിനെ കളിയാക്കുന്നത്. ഈ നോവക്കെയിൻ എന്ന് വിളിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, ഈ സർജറികളൊക്കെ നടക്കുന്ന സമയത്ത് അനസ്റ്റേഷ്യ കൊടുക്കുമല്ലോ, ആ അനസ്റ്റേഷ്യയുടെ ഒരു ബ്രാൻഡിന്റെ പേരാണ് നോവക്കെയിൻ. അനസ്റ്റേഷ്യ കൊടുക്കുന്ന എന്നെ വേദന അറിയാണ്ടിരിക്കാനാണല്ലോ. നെയ്റ്റിനാണെങ്കിൽ വേദന അറിയത്തൂല്ല. സോ പണ്ട് മുതലേ പിള്ളേർ കളിയാക്കി വിളിക്കുന്ന പേരാണ് നോവക്കെയിൻ. അതുമാത്രമല്ല, ഇവനക്ക് വേദനയ്ക്കില്ല എന്നൊരൊറ്റ കാരണവും പറഞ്ഞ് പിള്ളേരെല്ലാവരും ചുമ്മാ തട്ടിയിട്ട് പോവും. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ ഒരു ചെണ്ടയായിരുന്നു നമ്മളുടെ നെയ്റ്റ്. അങ്ങനെ ഈ ചെങ്ങായി വന്നിട്ട് ഷെറിയുടെ മുന്നിൽ വെച്ച് കുറേ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കഥയെക്കുറിച്ചൊക്കെ നെയ്റ്റ് ഷെറിയോട് പറയുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് അവൻ്റെ വാച്ചിൽ അലാറം അടിക്കുന്നത്. ഇന്ന് മേലി ചായ പോയപ്പോഴും ഈ ഒരു അലാറം അടിച്ചിട്ടുണ്ടായിരുന്നു. നെയ്റ്റ്, ഇതെന്തിനാ അലാറം? ഓരോ 3 മണിക്കൂറിലും ഈ ഒരു കണ്ടീഷൻ കാരണം എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് ബാത്റൂമിൽ പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അതാ നേരത്തെ കളിയാക്കിയ ക്ലാസ്മേറ്റും ഷെറിയും തമ്മിൽ ഭയങ്കര കമ്പനിയടി. ഇത് കണ്ടേക്ക് നെയ്റ്റിനാണെങ്കിൽ വല്ലാണ്ട് മൂഡ് പോകുന്നുണ്ട്. അങ്ങനെ ഈ കൂട്ടുകാരുടെ പിണക്കം തീർക്കാനാന്നും പറഞ്ഞ് 2 പേർക്കും കുടിക്കാനുള്ള സാധനം അങ്ങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അതാ ക്ലാസ്മേറ്റ് ഒടുക്കത്തെ ചുമ. അവനക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം കുടിച്ച സാധനം പെപ്പർ സോസാണ്. നോർമലായിട്ടുള്ള ഒരാൾക്ക് പോലും താങ്ങാൻ പറ്റാത്തൊരു സാധനമാണിത്. പക്ഷെ നെയ്റ്റിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവനക്ക് ഫീലിങ്സ്, വേദന, എരിവ് ഇതൊന്നും ഒരു മാറ്ററേ അല്ല. എന്തൊക്കെയാണേലും നെയ്റ്റ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷെറി നെയ്റ്റിന് വേണ്ടിയിട്ട് 11 കിട്ട് പണിഞ്ഞു. സോ ഹാപ്പി ആവാണ്ടിരിക്കുമോ? അങ്ങനെ ഇവർ 2 പേരും കൂടെ നെയ്റ്റിന്റെ ഫ്ലാറ്റിൽ പോകുന്നു. അപ്പോഴാണ് നെയ്റ്റിന്റെ മേളിലുള്ള ടാറ്റു ഷെറി കാണുന്നത്. അതും ഇവൻ സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയൊരു ടാറ്റുവാണ്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്, ഒരു കഥ പറയുന്ന പോലെ. പക്ഷെ കഥയ്ക്കാണെങ്കിൽ ഒരു എൻഡിങ് ഇല്ലാട്ടാ. അതിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നെയ്റ്റ്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ ഇല്ലാത്ത ബുക്സ് ഇല്ല. ആൾക്കാരായിട്ട് അധികം ഇടപഴകാത്തതുകൊണ്ട് തന്നെ ഒടുക്കത്തെ വായനയാണ്. അതും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഈ കണ്ടീഷനിൽ എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് രാത്രി മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നെയ്റ്റ്, നിനക്ക് ഈ പെയിൻ മാത്രമാണോ ഫീൽ ചെയ്യാൻ പറ്റാത്തത്, അതോ എന്നും പറഞ്ഞങ്ങ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ സെക്സിൽ ഏർപ്പെടാൻ പോകുമ്പോഴാണ് അവളുടെ വയറിലായിട്ട് കുറേ മുറിപ്പാടുകൾ നെയ്റ്റ് കാണുന്നത്. ഇതെന്താ നെയ്റ്റ്, നീ നിന്റെ ലൈഫ് ഒളിപ്പിച്ചു വെച്ച പോലെ എല്ലാവർക്കും ഒളിപ്പിക്കാനുണ്ടാവും ഓരോ കാരണങ്ങൾ എന്നും പറഞ്ഞ് മെല്ലെ മെല്ലെ അങ്ങ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെയായി. ഇന്നലത്തെ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ് നെയ്റ്റിന്. സോ ഇതുവരെ ഇല്ലാത്തൊരു ഹാപ്പിനെസ്. ചിരിച്ചുകൊണ്ട് കുളിക്കുന്നു, ഭക്ഷണം ജ്യൂസ് അടിക്കാണ്ട് തിന്നു നോക്കുന്നു. എന്തിന്, മോട്ടിവേഷൻ മാറ്റി പാട്ടും വെച്ചങ്ങ് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെത്തി ഷെറിയെ കാണാനായിട്ട് പോകുമ്പോഴാണ് കുറച്ച് ആൾക്കാർ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷവും കെട്ടി ബാങ്കിലോട്ട് വരുന്നത്. ഇനിയാണ് കഥയുടെ ആരംഭം. ഇവന്മാർ വരികയെന്ന് മാത്രമല്ല, കയ്യിലുള്ള ഗണ്ണെടുത്തിട്ട് അങ്ങ് പടാന്ന് പൊട്ടിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബാങ്ക് റോബറി. ഇത് കണ്ടേക്ക് നാട്ടുകാരും ഷെറിയും നെയ്റ്റൊക്കെ ആകെ പേടിച്ചിട്ടിരിക്കുക. അതുമാത്രമല്ല, കള്ളന്മാരിലെ സൈമൺ എന്നൊരുത്തൻ ബാങ്ക് മാനേജറിനെ അങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് വോൾട്ടൊക്കെ തുറക്കാൻ പറയുന്നു. എന്നാൽ ഇങ്ങേരാണെങ്കിൽ തുറക്കാൻ തയ്യാറാവുന്നില്ല. കള്ളന്മാർക്കാണെങ്കിൽ വെറും 3 മിനിറ്റാണ് ബാക്കിയുള്ളത്. അതിനകത്ത് ഇവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലീസ് വരും, കാരണം അലാറം അടിച്ചിട്ടുണ്ട്. അങ്ങനെ സൈമൺ പിന്നെയും ചോദിക്കുന്നു. എന്നാൽ മാനേജർ ആണെങ്കിൽ സ്റ്റിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, മാനേജറിനിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തോക്കുകൊണ്ട്. അതും വളരെയധികം ബ്രൂട്ടലായിട്ട്.
തുറന്നു തരാൻ പറഞ്ഞാൽ തുറന്ന് തന്നോണം എന്നും പറഞ്ഞിട്ട് അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സൈമന്റെ മാസ്ക് അങ്ങ് പോകുന്നത്. അയ്യോ, മാനേജറിന്റെ മുഖം കണ്ടു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നും പറഞ്ഞ് മാനേജറിനെ അങ്ങ് തീർക്കുന്നുണ്ട് അങ്ങേര്. സോ ഇവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സൈക്കോയാണ് സൈമൺ. സോ മാനേജർ മരിച്ചു, ഇനിയുള്ള അസിസ്റ്റന്റ് മാനേജറാണ്, അതായത് നമ്മളുടെ നെയ്റ്റ്. അങ്ങനെ നെയ്റ്റിനെ പിടിക്കുന്നു, അടിക്കാൻ ആരംഭിക്കുന്നു. പക്ഷെ ഇങ്ങേർക്കുണ്ടാ വല്ലതും ഫീൽ ചെയ്യുക. ഡേയ് ലെവൻ എന്താ പ്രാന്താണ്, ഞാൻ നിന്നെ അടിക്കാടാ, വല്ല റിയാക്ഷൻ ഇട് എന്നൊക്കെ പറയുന്നുണ്ട് സൈമൺ. നെയ്റ്റാണെങ്കിൽ ആകെ ഷോക്കില്ല. മാനേജറിന്റെ മരണം, തൊട്ടടുത്താണെങ്കിൽ ഷെറി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ അവനാകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അവനെ അടിക്കുന്നത് കണ്ടിട്ട് ഷെറിയാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. ഓ, നിനക്കെന്താടി ഇവനോട് ഇത്ര സെന്റിമെന്റ്സ്? അപ്പോ ഇവനെ തൊട്ടാ നിനക്കും, നിന്നെ തൊട്ടാ ഇവനും വേദനിക്കൂലേ എന്നും പറഞ്ഞിട്ട് ഷെറിയുടെ തലക്കങ്ങ് ഗണ്ണ് വെക്കുന്നുണ്ട് സൈമൺ. ഇതൊക്കെ കണ്ടാ നെയ്റ്റിവിന് വെറുതെ ഇരിക്കുമോ? വോൾട്ടിന്റെ പാസ്വേഡ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാദ്യമേ അങ്ങ് പറഞ്ഞു തന്നാ മതി എന്നും പറഞ്ഞ് ഷെറിയെ വിടുന്നു. നെയ്റ്റിന്റെ തലയ്ക്കും അങ്ങ് അടിക്കുന്നു. അതോടുകൂടെ നെയ്റ്റിന്റെ ബോധം പോയി. കള്ളന്മാരാണെങ്കിൽ വോൾട്ടും തുറന്ന് അവിടെ ഇരിക്കുന്ന പൈസ മൊത്തം കട്ടുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴാണ് പോലീസ് വരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഹോസ്റ്റേജ്. അങ്ങനെ ഹോസ്റ്റേജ് ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഷെറീനെയാണ്. നെയ്റ്റ് ആണെങ്കിൽ ആകെ ബോധം പോയിട്ട് കിടക്കുകയാണ്. സോ ഷെറിയെ കൊണ്ടുപോകുന്ന സമയത്ത് എതിർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഷെറിയും കൊണ്ട് പുറത്തു കടന്നു. അത് കണ്ടേക്ക് പോലീസുകാരെല്ലാവരും കൂടെ ഗണ്ണങ്ങ് താഴ്ത്തുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയം നോക്കി വന്ന പോലീസുകാരെയൊക്കെ അങ്ങ് വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് സൈമന്റെ ആൾക്കാർ. അങ്ങനെ അവിടെ വലിയൊരു ഷൂട്ട് ഔട്ട് നടക്കുന്നു. ഇതിന്റെ ഇടയിൽ സൈമൺ ആണെങ്കിൽ ഷെറിയെ ഒരു കാറിലിരുത്തുന്നു. എന്നിട്ട് പൈസ മൊത്തം മറ്റൊരു കാറിലാക്കുന്നു. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ ചറ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സൈക്കോ സൈമൺ എന്ത് പോലീസ്, എല്ലാത്തിനെയും അങ്ങ് തീർക്കുന്നുണ്ട്. എന്നിട്ട് 2 വണ്ടികളുമായിട്ട് ഇവർ പുറപ്പെടുന്നു. കയ്യിൽ ഹോസ്റ്റേജുള്ള സ്റ്റിൽ ഒരു ബലാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഷെറിയം കൊണ്ടാണ് ഇവർ പോകുന്നത്. ആ സമയത്താണ് നെയ്റ്റിന് ബോധം വരുന്നത്. അവൻ നോക്കുമ്പോൾ ഷെറിയെ കാണാനില്ല. നെയ്റ്റ് നോക്കുമ്പോൾ കാണുന്നത് കുറെ പോലീസുകാരുടെ ശവങ്ങളാ. എന്നാൽ ഒരാൾ മാത്രം ബാക്കിയുണ്ട്. അയാളുടെ കാലിലാണെങ്കിൽ ഒരു ബുള്ളറ്റ് കയറിയിരിക്കേ. ഇത് കണ്ടേക്ക് ഇൻഫെക്റ്റ് ആവണ്ടെന്നും കരുതി ബെൽറ്റ് ഊരുന്നു, കാലിന് ചുറ്റും കെട്ടിക്കൊടുക്കുന്നു. അപ്പോഴാണ് പോലീസുകാരുടെ ഒരു മെസ്സേജ്, ബാക്കപ്പ് ടീം ഇങ്ങോട്ട് എത്താനായിട്ട് 8 മിനിറ്റ് എടുക്കും. 8 മിനിറ്റ് കഴിഞ്ഞിട്ട് പോലീസുകാർ വന്നിട്ട് എന്തുണ്ടാക്കാനാ? പിന്നെ നമ്മുടെ നെയ്റ്റ് ഒന്നും നോക്കിയില്ല. ആ പോലീസുകാരൻ്റെ ഗണ്ണെടുക്കുന്നു, കാറും അങ്ങ് എടുക്കുന്നു. പോലീസുകാരനാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് 1000 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ കാറും കൊണ്ട് പറപ്പിച്ചങ്ങ് പോകുന്നു. ഇതേ സമയം കള്ളന്മാരാണെങ്കിൽ ഷെറിയം കൊണ്ട് പൊക്കോണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇവന്മാരൊടുക്ക തർമാദത്തിലാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് കയ്യിലോട്ട് വന്നിട്ടുള്ളത്. ഈ സമയത്ത് സൈമൺ പറയാണ്, എടാ റിച്ച് ആവുന്നതിലല്ല കാര്യം, നമ്മളുണ്ടാക്കിയ ഫണ്ണിലാണ് കാര്യം. ഏത് കുറേ പോലീസുകാരെ കൊന്നതും മാനേജറിനെ കൊന്നതൊക്കെയാണ് ഫണ്ണ്. ഇത് കേട്ടാ മനസ്സിലാവും ഇങ്ങേര് എജ്ജാതി സൈക്കോ ആണെന്ന്. ഈ സൈമന്റെ കൂടെയുള്ള ഡ്രൈവറാണ് സാം. അവന്റെ ബ്രദറായ അലക്സ് ആണ് പുറകെ വരുന്ന കാർ ഓടിക്കുന്നത്. അതിലാണ് കേട്ടാ പൈസ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ നെയ്റ്റ് ഒരു വിധത്തിൽ ഇവരുടെ പിന്നിലെത്തിയിട്ടുണ്ട്. ഈ പൊട്ടനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് സൈറനൊക്കെ ഇട്ടിട്ടാ. ഇത് കണ്ടേക്ക് അലക്സും ടീമും കൂടെ വിചാരിക്കുന്നത് പോലീസാന്നാ. പിന്നെ പറയണ്ടല്ലോ, ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കുന്നു. എന്നാൽ എന്തോ ഭാഗ്യത്തിനാണ് നെയ്റ്റ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈമൺ ഒരു പ്ലാൻ പറയുന്നു, തൽക്കാലത്തിന് നമുക്ക് സ്പ്ലിറ്റ് ആവാം. ഇത് കേട്ടേക്ക് സാം ആണെങ്കിൽ വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ വരുന്ന ബ്രദറാ. സോ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കലാണ് നല്ലത്. പക്ഷെ സൈമണോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ 2 കാറുകളും 2 വഴിക്ക് പോകുന്നു. ഇതിലേതിലാണ് ഷെറി എന്നുള്ളത് നെയ്റ്റിന് അറിയില്ല കേട്ടാ. സോ നെയ്റ്റ് പോകുന്നത് നമ്മളുടെ അലക്സിന്റെ പിന്നാലെയാ. അങ്ങനെ അലക്സ് ഓടിച്ചോടിച്ച് ഏതോ ഒരു ഇടവഴിയിൽ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഫ്രണ്ടിലാണെങ്കിൽ ക്രെയിനോ മറ്റോ കിടക്കുന്നുണ്ട്. പക്ഷെ അലക്സിന്റെ വണ്ടി ഇടിക്കുന്നില്ല. എന്നാൽ നമ്മളുടെ നെയ്റ്റിന്റെ വണ്ടിയാണെങ്കിൽ പപ്പട പരിവാവുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് എയർ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പോരാത്തിന് നമ്മളുടെ അലക്സിന്റെ വണ്ടി ബ്ലോക്ക് ആയിട്ടിരിക്കുക. ഫ്രണ്ടിൽ വലിയൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. അത് മാറ്റാനായിട്ട് പോകുന്ന സമയത്താണ് നെയ്റ്റ് ഗണ്ണും പിടിച്ച് അങ്ങോട്ട് വരുന്നത്. ഷെറി എവിടറാ? ഇത് കേട്ടേക്ക് ലെവൻ പോലീസല്ല എന്നുള്ളത് അലക്സിന് മനസ്സിലായി. പിന്നെ പോരാത്തതിന് ഇന്നേ വരെ തോക്ക് പിടിക്കാത്തൊരു കൈയാണ് നെയ്റ്റിന്റെ കൈ എന്നുള്ളതും പുള്ളിക്കാരന് മനസ്സിലായി. പിന്നെ പറയണ്ടല്ലോ, ആ തോക്ക് അങ്ങ് കയ്യിൽ നിന്ന് തെറിപ്പിക്കുന്നുണ്ട്. അതും തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലെ കിച്ചണിലോട്ട്. എന്നിട്ട് നെയ്റ്റിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. എന്നാൽ ഇങ്ങർക്കാണെങ്കിൽ വേദന എന്ന് പറയുന്ന സാധനം ഏഹേ. അങ്ങനെ അലക്സ് കിച്ചണിൽ കയറുന്നു, ഗണ്ണെടുക്കാൻ നോക്കുന്നു. എന്നാൽ നെയ്റ്റാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, അവിടെ വമ്പൻ ഫൈറ്റാ. പക്ഷെ കിട്ടുന്നത് മൊത്തം നമ്മളുടെ നെയ്റ്റിനാണ് കേട്ടാ. നെയ്റ്റ് പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഇരിക്കുന്ന ചൂട് ഫ്രൈ പാൻ അങ്ങ് എടുക്കുന്നുണ്ട്. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ വൻ വിഷയം ചൂടാ. എന്നാൽ ഇങ്ങനെ നൈസായിട്ട് അങ്ങ് എടുക്കുന്നു. അലക്സിനിട്ട് അങ്ങ് പൊട്ടിക്കാൻ നോക്കുന്നു. ഫ്രൈ പാൻ വരുന്നത് കണ്ടിട്ട് അലക്സ് ആണെങ്കിൽ 2 കൈ കൊണ്ട് അങ്ങ് പിടിക്കുന്നുണ്ട്. സോ അലക്സിൻ്റെ കൈ അൽഫാം പരുവത്തിലാവുന്നുണ്ട്. അപ്പോഴാണ് നെയ്റ്റിന് മനസ്സിലാവുന്നത് സാധനത്തിന് ചൂടുണ്ട് എന്നുള്ളത്.
അങ്ങനെ ദേഷ്യം വന്ന അലക്സ് അവനീട്ട് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട്. അവസാനം കയ്യിൽ കിട്ടിയ മൈദപ്പൊടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതോടായപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് കലിപ്പാവുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, അടി അടിയോടടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്റ്റ് ഗണ്ണ് കാണുന്നത്. എന്നാ സാധനം കിടക്കുന്നത് തളച്ച് മറിയുന്ന എണ്ണയിലാ. ഇങ്ങേർക്ക് എന്തെണ്ണ, കൈയിടുന്നു, എടുക്കുന്നു, പൊട്ടിക്കുന്നു. പക്ഷെ പൊട്ടിച്ചത് അബദ്ധവശാലാണ് ട്ടാ. നെയ്റ്റാകെ വിറച്ച് നിൽക്കുക. വേണോന്ന് വെച്ചിട്ടല്ല പൊട്ടിച്ച്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഷെറിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഈ അലക്സിൻ്റെ വായിന്നാ. പക്ഷെ ഇനി അങ്ങേര് തൊള്ള തുറക്കൂല. സോ ഇനി എവിടെ കയറി അന്വേഷിക്കണമെന്നൊന്നും ഒരു പിടിയും കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് അലക്സിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നത്. നീ എത്രയും വേഗം നമ്മളുടെ വർക്ക് ഏരിയയിലോട്ട് വാ. വർക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതോ സ്ഥാപനത്തിലാണ് ലവന്മാർ ഷെറിയും കൊണ്ട് ഒളിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ എവിടെ പോയി തപ്പും? അപ്പോഴാണ് അലക്സിൻ്റെ കയ്യിലായിട്ടൊരു ടാറ്റു കാണുന്നത്. അവൻ അപ്പം തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ റോസിനെ അയക്കുന്നു. ഡേയ്, ഞാൻ ഹാർലി ഓടിച്ച് നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തിനാടാ നീ അതിൻ്റെ ഇടയ്ക്ക് കൊലപാതകമായിട്ട് വരുന്നത്? എന്താണ് റോസേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഗെയിം കളിക്കുമ്പോൾ 4 വർത്താനം പറഞ്ഞിട്ട് മേഡറും കൊണ്ടാണോടാ വരുന്നത്? എടാ, എനിക്ക് എവിടെ കയറി തപ്പണോന്നറിയില്ല. നീ ജസ്റ്റ് എല്ലാ ടാറ്റു പാർലറിലും പോയിട്ട് എവിടുന്നാണ് ഈ ടാറ്റു ചെയ്തതെന്ന് കണ്ടുപിടിച്ചെന്നാൽ മതി. ബാക്കി ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഡീൽ ചെയ്യുക. ഇത് മാത്രം പ്ലീസ്. ഓക്കെ, ഇനി എന്നെ വിളിക്കരുത് എന്നും പറഞ്ഞ് അങ്ങേര് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ബാങ്കിലാണെങ്കിൽ മെയിൻ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവളാണ് മിൻസി. ഇത് ഇവളുടെ പാർട്ട്ണർ ബെന്ന്. ഇവർ ഡൈവിറ്റ്നസ് പറയുന്ന അനുസരിച്ച് വോൾട്ട് തുറന്നു കൊടുത്ത് അസിസ്റ്റന്റ് മാനേജറാണ്. അതുമാത്രമല്ല, ഒരു പോലീസുകാരൻ്റെ കാറും തോക്കും കൊടുത്ത് കള്ളന്മാരുടെ പിറകെ പോയിട്ടുമുണ്ട്. സോ നമ്മളുടെ നെയ്റ്റിനൊരു സസ്പെക്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മാനേജർ എന്നെ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചു എന്നൊരു രീതിക്കാണ് ഇപ്പോൾ കേസ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിൻസിക്ക് നെയ്റ്റിൻ്റെ ബെൽറ്റ് കിട്ടുന്നത്. അത് കണ്ടേക്ക് പല ഡൗട്ടുകളും വരുന്നുണ്ട്. നെയ്റ്റ് ഈ കേസിൽ പ്രതിയാണെങ്കിൽ എന്തിനാണ് ബെൽറ്റൊക്കെ തെളിവായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? അത് മാത്രമല്ല, ഈ ബെൽറ്റ് കൊണ്ടാണ് ഒരു ഓഫീസറുടെ ജീവൻ നെയ്റ്റ് രക്ഷിച്ചിട്ടുള്ളത്. സോ അവൻ നല്ലവനാണോ എന്നൊക്കെ ഡൗട്ട് അടിക്കുന്നുണ്ട് മിൻസിക്ക്. ഇതേ സമയം നെയ്റ്റ് ആണെങ്കിൽ നേരെ ടെഡിൻ്റെ കടയിലോട്ട് പോകുന്നു. കാരണം അലക്സ് വെച്ചൊരു ബുള്ളറ്റ് കൈയിൻ്റെ മുകളിൽ കൊണ്ടിട്ടുമുണ്ട്, തിളച്ചെണ്ണയിൽ കൈ മുക്കിയിട്ടുമുണ്ട്. സോ എത്രയും വേഗം ഫസ്റ്റ് എയ്ഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇമാതിരി കേസുകൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ഉറപ്പായിട്ടും കൊടുങ്ങും. അപ്പോൾ പിന്നെ സേഫ് ആയിട്ടുള്ളൊരിടം ടെഡിൻ്റെ തന്നെയാണല്ലോ. ടെഡാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കിളി പറന്ന് നിൽക്കുന്നുണ്ട്. നെയ്റ്റാണെങ്കിൽ സിമ്പിളായിട്ട് ബുള്ളറ്റ് കൊണ്ട മുറിവ് കത്തി കൊണ്ടങ്ങ് മുറിക്കുന്നു. എന്നിട്ട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് ബുള്ളറ്റ് പുറത്തെടുക്കുന്നു. അതുമാത്രമല്ല, തൽക്കാലത്തിന് സ്റ്റിച്ചിന് പകരമായിട്ട് പശ തേച്ചങ്ങ് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടാ കിളി പറക്കാണ്ടിരിക്കോ? ഇതിൻ്റെ ഇടയിലാണ് ലെവൻ്റെ കൈ കാണിക്കുന്നത്. ആകത്തൊലിയൊക്കെ പോയി വല്ലാത്തൊരു രൂപത്തിലായിട്ടുണ്ട് കൈ. അങ്ങനെ നെയ്റ്റ് പോകാൻ നിൽക്കുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് കൊള്ളയടിക്കപ്പെട്ട പൈസയെന്ന് കുറച്ച് ടെഡിന് കൊടുത്തിട്ടാണ് പോകുന്നത്. അത്രയും സഹായിക്കാനുള്ളൊരു മനസ്സ് നെയ്റ്റിനുണ്ട്. അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ റോസ് ടാറ്റു പാർലറിൻ്റെ അഡ്രസ്സ് തപ്പിയിട്ട് അയച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല, അവൻ പറഞ്ഞു കൊടുക്കുന്നത് ടാറ്റു അടിക്കുന്നവനെ സൂക്ഷിച്ചില്ലെങ്കിൽ 8ൻ്റെ അല്ല നല്ല 16ൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ നെയ്റ്റ് നേരെ അങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ പോലീസുകാരാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് നമ്മളുടെ അലക്സിൻ്റെ ഡെഡ് ബോഡി. ഇവരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. കിച്ചണിലെ ആൾക്കാർ പറയുന്നത് ടൈ കെട്ടിയ ഒരു മനുഷ്യനാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. ടൈ കെട്ടിയ മനുഷ്യൻ എന്ന് പറഞ്ഞേക്കന്നെ മനസ്സിലായി ആൾ നമ്മളുടെ നെയ്റ്റാണ്. പക്ഷെ നെയ്റ്റിൻ്റെ പേരിൽ ഇന്നേ അവരൊരു പോലീസ് കേസില്ല. എന്തിന്? ഒരു ഫൈൻ പോലും ഇല്ല. പിന്നെ പോരാത്തതിന് ബാങ്കിന് വേണ്ടിയിട്ട് 6 വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. സോ അങ്ങേരാവാൻ ചാൻസ് ഇല്ല എന്നാണ് മിൻസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാർട്ട്ണറായിട്ടുള്ള ബെന്ന് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അല്ല ബെൻ, ആ നെയ്റ്റിൻ്റെ ഫോൺ നമ്പർ കിട്ടിയില്ലേ? അതിലേക്കൊന്ന് വിളിച്ചു നോക്ക്. പിന്നെ ബാങ്കും കൊള്ളയടിച്ച് ഒരുത്തനെ കൊല്ലുകയും ചെയ്തു. ആ നെയ്റ്റാണോ ഫോൺ എടുക്കാൻ പോകുന്നത്? ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. നെയ്റ്റ് ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട്. നെയ്റ്റ്, ഞാൻ മിൻസി, ഈ കേസ് അന്വേഷിക്കുന്ന പോലീസാണ്. സർ, എന്തായി? ഷെറിയെ കിട്ടിയോ? ഇല്ല. പക്ഷെ നീ ചെയ്യുന്ന എന്താണോ അത് നിർത്താൻ നോക്ക്. എന്നിട്ട് നിന്റെ കയ്യിലുള്ള പൈസയും കൊണ്ട് നേരെ ഇങ്ങോട്ട് വാ. ഓ, നിങ്ങളുടെ വിചാരം ഇതെല്ലാം ചെയ്തത് ഞാനാന്നല്ലേ? എന്നാൽ ഇത് കേട്ടോ, എനിക്ക് ഈ പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഷെറിയെ മാത്രം കിട്ടിയാൽ മതി. നെയ്റ്റ്, അത് ഞങ്ങളേറ്റു. നിങ്ങൾ നിയമം കയ്യിലെടുക്കല്ലേ? നിങ്ങൾ എന്തീ പറയുന്നത്? ഇങ്ങനെയുള്ള കേസുകളിൽ 75% ഹോസ്റ്റേജുകളും 3 മണിക്കൂറിൽ മരിച്ചിട്ടേ ഉള്ളൂ. സോ ഷെറിയെ കിട്ടാനായിട്ട് ഞാൻ ഏതറ്റം വരെയും പോവും. നമ്മളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന, ലൈഫിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ടാവും. അത് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കുണ്ട്. അതാണ് ഷെറി. എനിക്കുണ്ട് എൻ്റെ മകൾ. എന്നാൽ നിങ്ങളുടെ മകളെയാണ് കിഡ്നാപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇത് കേട്ടേക്ക് മിൻസിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. ഇതേ സമയം സൈമണേയും സാമിനെയും കാണിക്കുന്നുണ്ട് കേട്ടാ. ഇവർ പോലീസുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കാനർ എന്ന് പറയുന്ന സാധനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുക. പോലീസുകാർ എന്ത് മൂവ് നടത്തിയാലും അത് ഇവന്മാർക്ക് അറിയാൻ സാധിക്കും. അതായത് മറ്റേ വോക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ സാമാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്തിട്ടിരിക്കുക. ബ്രദർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എൻ്റെ പൊന്ന് സാമേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഒക്കെ സെറ്റാണ്.
ഇത് കേട്ടേക്ക് ബാക്കിൽ നിന്ന് ഷെറി ഒരു കാര്യങ്ങ് പറയുന്നുണ്ട്. ദേ സൈമ, നീ പറയുന്ന പോലെ ഒന്നും സെറ്റല്ല. നീ എന്തിനാടാ ബാങ്ക് മാനേജറിനെ കൊന്ന്? ആരെയും കൊല്ലാണ്ട് സ്മൂത്തായിട്ട് ഈ റോബറി നടത്തുമെന്നുള്ളത് നീ എനിക്ക് പ്രോമിസ് തന്നതല്ലേ? അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. നമ്മളുടെ ഷെറി സൈക്കോ സൈമന്റെ പെങ്ങളാ. തുടക്കം മുതൽ ഇവർ പ്ലാൻ ചെയ്ത ഹൈസ്റ്റ് ആയിരുന്നു ഇത്. ലോക്കർ തുറക്കാനുള്ള പാസ്വേഡിന് വേണ്ടിയിട്ടാണ് ഷെറി അസിസ്റ്റന്റ് മാനേജറായ നെയ്റ്റുമായിട്ട് അടുപ്പത്തിലാവുന്നത്. എന്നാൽ പാസ്വേഡൊക്കെ ചുരണ്ടി എടുക്കുന്നതിന് മുമ്പ് സമയമായി. സോ റോബറി നടന്നു. എന്നാൽ ഒരാളെ പോലും ഒന്നും ചെയ്യരുതെന്നായിരുന്നു ഷെറി പറഞ്ഞിരുന്നത്. എന്നാൽ അവൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ നടന്നത്. അതുമാത്രമല്ല, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്റ്റുമായിട്ട് അടുപ്പത്തിലായത്. പക്ഷെ ഷെറിക്ക് ഇപ്പം അവനോട് ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ ചതി അല്ലാണ്ടാവില്ലല്ലോ. അങ്ങനെ നെയ്റ്റ് ടാറ്റു പാർലറിലെത്തി. അതാണെങ്കിൽ ഒരുമാതിരി കൊള്ള സങ്കേതം പോലെയാ. പേടിച്ചാണ് നെയ്റ്റ് അകത്തോട്ട് വരുന്നത്. അങ്ങനെ ടാറ്റു അടിച്ചു കൊടുക്കുന്നവൻ അങ്ങോട്ടെത്തി. അങ്ങേരാണെങ്കിൽ ഒരു 1.5 സൈസാ. ഇത് കണ്ടേക്ക് നെയ്റ്റ് ആണെങ്കിൽ കണ്ണു തള്ളിയങ്ങി ഇരിക്കുന്നുണ്ട്. ഈ ചെങ്ങായിക്കാണേലോ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഒന്നാമത് നെയ്റ്റിന്റെ ഷർട്ടിലാണെങ്കിൽ ആകെ ചോരയാ. പിന്നെ പോരാത്തതിന് കൈയാണെങ്കിൽ അൽഫാം പരുവത്തിലായിട്ടുണ്ട്. കണ്ടാൽ ആർക്കായാലും ഡൗട്ട് അടിക്കും. അതെ, എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സെയിം ഐറ്റം എനിക്കും വേണം എന്നും പറഞ്ഞ ആ ടാറ്റുയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏയ്, ഇത് നമ്മളുടെ അലക്സ് അല്ലേ? നിങ്ങൾ ഒരുമിച്ചായിരുന്നോ ആർമിയിൽ? പിന്നെ അല്ല, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് നെയ്റ്റ്. ഇനി അലക്സ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നെയ്റ്റിനറിയാം എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണി ഉറപ്പാണല്ലോ. അങ്ങനെ ഒന്നും കിട്ടാണ്ടായപ്പോൾ വളരെ തന്ത്രപരമായി അലക്സിന്റെ ലാസ്റ്റ് നെയിം അങ്ങ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ തന്ത്രപരം നല്ല മണ്ടത്തരമായി പോയി. സോ അങ്ങേര് കത്തിയെടുക്കുന്നു. ഇത് കണ്ടേക്ക് നെയ്റ്റ് ആണെങ്കിൽ ഗണ്ണും പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ട്. ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടാറ്റു കടയിലെ പണിക്കാരി ബേസ്ബോൾ ബാറ്റ് കൊണ്ട് നെയ്റ്റിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. അതോടുകൂടെ ഗണ്ണ് പോയി എന്ന് മാത്രമല്ല, ഒന്നങ്ങ് കൊടുക്കുന്നു. എന്നാൽ നെയ്റ്റ് ഇതാവുന്നു. ആ 1.5 കിൻഡിൽ ഇടി പാവം പണിക്കാരിക്കാണ് കിട്ടുന്നത്. സോ ലെവലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ നെയ്റ്റ് ഒന്നങ്ങ് കൊടുക്കുന്നു. എന്നാൽ അങ്ങേർക്കുണ്ടാ ഇതൊക്കെ ഏൽക്കുക? നീ വേണേലും ഒന്നുകൂടെ അടിച്ചോടാ, ഫ്രീ ആണ് എന്നും പറഞ്ഞാണ് ചെങ്ങായി നിൽക്കുന്നത്. അങ്ങനെ നെയ്റ്റിനെ ഇട്ട് അടിച്ചൊരു വിധാക്കുന്നുണ്ട്. അവസാനത്തെ അടിക്ക് വേണ്ടിയിട്ട് അങ്ങ് ചാടി വരുമ്പോഴാണ് പൊട്ടിയ ബേസ്ബോൾ ബാറ്റിന്റെ കഷ്ണം നെയ്റ്റ് അങ്ങ് ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവന്റെ കക്ഷത്തിൽ നിന്ന് നേരെ ഷോൾഡറിലോട്ട് അങ്ങ് കുത്തി കയറുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അങ്ങേര് തളരുന്നില്ല. അവനെയും പിടിച്ച് ചില്ലിന്റെ മുകളിലോട്ട് അങ്ങ് എറിയുന്നുണ്ട്. അപ്പോഴാണ് നെയ്റ്റിനൊരു ബുദ്ധി തോന്നുന്നത്. അവൻ ആ ചില്ലിന്റെ മുകളിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവന്റെ കയ്യിൽ മൊത്തം ചില്ല് കഷ്ണങ്ങൾ കുത്തി കയറും. അതും വെച്ച് പഞ്ച് ചെയ്താൽ അതൊരു 1.5 പഞ്ചാവും. അങ്ങനെ ആ ചില്ല് പഞ്ചുകൊണ്ട് ലെവന്റെ കണ്ണിനിട്ടൊരു പണി അങ്ങ് കൊടുക്കുന്നു. സോ അങ്ങേർക്കിനി വയ്യ. അങ്ങനെ നെയ്റ്റ് അലക്സിന്റെ ഫുൾ നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ കിട്ടിയിട്ടും പുള്ളിക്കാരനാണെങ്കിൽ വാശി. പിന്നെ പറയണ്ടല്ലോ, ടാറ്റു അടിക്കുന്ന മെഷീൻ എടുക്കുന്നു, അവന്റെ കഴുത്തിൽ അങ്ങ് കോറി വരക്കുന്നു. അതും കൂടെ ആയപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫുൾ നെയിമും വെച്ച് ഇവരുടെ നാട്ടിലെ മെയിൻ ബാങ്കിലോട്ട് വിളിക്കുന്നു. ശേഷം ആ പേരും പറഞ്ഞു കൊടുക്കുന്നു. മൂപ്പര് ആർമിയിലായിരുന്നു എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഇതിനോട് സാമ്യമായിട്ടുള്ള ആരെങ്കിലും വല്ല ലോൺ എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. എന്നാൽ എടുത്തിട്ടുണ്ട്. ആ ഫയലിലുണ്ട് അലക്സിന്റെ അഡ്രസ്സ്. സോ അത് എഴുതിയെടുക്കുന്നു. പെന്നും പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ടാറ്റു അടിക്കുന്ന മെഷീൻ കൊണ്ടാണ് കയ്യിൽ എഴുതിയെടുക്കുന്നത്. വേദനിക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നെയ്റ്റ് നേരെ പോകുന്നത് അലക്സിന്റെ വീട്ടിലോട്ടാ. ഇതേ സമയം സൈമൺ ഇരിക്കുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. അതൊരു ഗ്യാരേജ് ആണ് കേട്ടാ. ഇവിടെ നമ്മളുടെ ഷെറിയാണെങ്കിൽ വല്ലാത്ത കുറ്റബോധത്തിലാ. ഇങ്ങനെയൊന്നും ആവണമെന്ന് വിചാരിച്ചതല്ല, എല്ലാതും സൈക്കോ സൈമൺ കാരണം ഉണ്ടായതാ. ഇതേ സമയം സാം ആണെങ്കിൽ അലക്സിനെ നോക്കാനാന്നും പറഞ്ഞ് അലക്സിന്റെ വീട്ടിലോട്ട് പോകുന്നു. സൈമൺ വേണ്ടാന്നൊക്കെ കുറെ പറയുന്നുണ്ട്. പക്ഷെ ബ്രദറിനെ കാണാനിട്ട് മൂപ്പർക്കൊരു വേവലാതി. അങ്ങനെ നെയ്റ്റ് അലക്സിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ നെയ്റ്റ് അകത്ത് കിടക്കുന്നു. കടന്നപാടൊരു കയറിൽ കാലങ്ങ് തട്ടുന്നുണ്ട്. നോക്കുമ്പോൾ ആരോ പിറകീന്ന് തോണ്ടിയ പോലത്തെ ഒരു ഫീല്. എന്നാൽ അത് തോണ്ടിയതല്ല, ഒരു യമണ്ടൻ സാധനം കുത്തി കയറിയതാ. ചുരുക്കി പറഞ്ഞാൽ ഈ വീടിനകത്ത് സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം മൊത്തത്തിൽ ട്രാപ്പുകളാണ്. അങ്ങനെ കുത്തിക്കേറിയ സാധനമൊക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് പതുക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കിച്ചണിലെത്തി. അവിടെ അത് അടുത്ത ട്രാപ്പ്. ഒരു അമ്പ് വന്നിട്ട് കാലിലങ്ങ് കുത്തി കയറുന്നുണ്ട്. സാധനം തുളച്ച് കയറിയിട്ട് പോലും അങ്ങേർക്ക് വേദനയില്ലാട്ടാ. അങ്ങനെ അമ്പെടുത്ത് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. സോ ഇനി ഒരു ട്രാപ്പിലും പോയിട്ട് വീഴരുതെന്നും വിചാരിച്ച് ഒരു ചെയർ കൊണ്ട് അങ്ങ് ടെസ്റ്റ് ചെയ്യുന്നു. സോ സംഗതി സേഫാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സിന്റെ ഷർട്ട് നെയ്റ്റിന് കിട്ടുന്നത്. അതും അവൻ വർക്ക് ചെയ്യുന്ന ഗ്യാരേജിലെ ഷർട്ട്. ഇത് കണ്ടേക്ക് ഇനി എവിടെ തിരക്കണമെന്നുള്ളത് നെയ്റ്റിന് മനസ്സിലായി. വർക്ക് ഏരിയയിലോട്ട് വരാൻ പറഞ്ഞിട്ടായിരുന്നു മറ്റേ മെസ്സേജ്. വർക്ക് ഏരിയ ഈ ഗ്യാരേജ് അല്ലാണ്ട് പിന്നെന്താ. അങ്ങനെ ഇതും പിടിച്ച് ആവേശത്തിൽ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അടുത്ത ട്രാപ്പിൽ പോയിട്ട് അങ്ങ് കുടുങ്ങുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് ആരെങ്കിലും വേണം. സോ അവൻ റോസിനെ വിളിക്കുന്നു. ഡേയ്, നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നെ നീ വിളിച്ചു പോരുതെന്ന്. റോസ്, എനിക്ക് വിളിക്കാനായിട്ട് വേറെ ആരും ഇല്ല. എനിക്കുള്ള ഏക ഫ്രണ്ട് നീ മാത്രമാണ് എന്നും പറഞ്ഞ അഡ്രസ്സ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അങ്ങോട്ടെത്താൻ 15 മിനിറ്റാണ് മാപ്പിൽ കാണിക്കുന്നത്, പക്ഷെ എൻ്റെ ഹാർലി കൊണ്ട് 10 മിനിറ്റിൽ എത്തിയിരിക്കും. ഇത് കേട്ടേക്ക് നെയ്റ്റ് ആണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് സാം അങ്ങോട്ട് വരുന്നത്. സോ ഇനി 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. സാം വീടിനകത്ത് കയറിയപ്പോണ്ട് ട്രാപ്പൊക്കെ പുറത്ത്. ഇത് കണ്ടേക്ക് അവൻ ഉറപ്പിച്ചു ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഗണ്ണും പിടിച്ച് നേരെ എത്തുന്നത് നെയ്റ്റിന്റെ അടുത്താ. എന്റെ പൊന്നു സാറേ, ഞാൻ കള്ളനാ, കക്കാൻ കയറിയതാ. കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണോടാ കക്കാൻ കയറുന്നത്? ഇനി അതെല്ലാം പോട്ടെ, എന്തിനാടാ നിന്റെ കയ്യുമിലി വീടിന്റെ അഡ്രസ്സ്? സോ നീ കക്കാൻ കയറിയതല്ല. ഇതും പറഞ്ഞ് ഒന്നങ്ങ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മളുടെ സൈമണാ. സ്കാനറിൽ നിന്ന് അലക്സിന്റെ മരണവാർത്ത കിട്ടി. അത് പറയാൻ വേണ്ടിയിട്ടാണ് സൈമൺ വിളിച്ചിരിക്കുന്നത്. അവനെ കൊന്നതാരാ? പോലീസാ? പോലീസല്ല, ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് മെലിഞ്ഞൊരുത്തനാന്നാ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. ഇത് കേട്ടേക്ക് ഷെറിക്ക് മനസ്സിലായി വന്നുകൊണ്ടിരിക്കുന്നത് നെയ്റ്റാണ്. അത് മാത്രമല്ല, തൻ്റെ ബ്രദറിനെ കൊന്ന നെയ്റ്റാണ് സാമിനും മനസ്സിലായി. സോ സാം അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുക. പക്ഷെ ഇവൻക്കാണെങ്കിൽ റോസ് വരുന്നത് വരെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ. ചേട്ടാ, എന്നെ ഒറ്റയടിക്ക് കൊല്ലണം, ടോർച്ചർ ചെയ്യരുത് എന്നും പറഞ്ഞൊരു ചൂണ്ട ഇടുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് സാം അങ്ങ് കൊത്തുകയും ചെയ്തു. സോ 10 മിനിറ്റ് ഇനി ടോർച്ചറിനായിട്ട് പൊക്കോളും. ഇങ്ങേരാണെങ്കിൽ പണ്ട് ആർമിയിലായിരുന്നു. സോ ആ ലെവലിലുള്ള ടോർച്ചറാണ് കൊടുക്കുന്നത്. പക്ഷെ എന്ത് തേങ്ങ കാണിച്ചിട്ടും കാര്യമില്ല, ഇവിടെ വേദനിക്കില്ല. പക്ഷെ അതുണ്ടാ കാണിക്കാൻ പറ്റുക? അവിടെ കിടന്ന് അമ്മ അച്ഛാന്നും പറഞ്ഞ് ചുമ്മാ അലറി വിളിക്കുന്നുണ്ട് നമ്മളുടെ നെയ്റ്റ്. ഇങ്ങേരാണെങ്കിൽ ആദ്യം തന്നെ കാലി കയറി അമ്പുകൊണ്ട് വേദനിപ്പിക്കുന്നു. അതും പോരാഞ്ഞിട്ട് നഖങ്ങൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സാം ഒരു കത്തിയെടുക്കുന്നു. എന്നിട്ട് ഓരോ പാർട്സ് വെട്ടിയെടുത്ത് ജാറിൽ സൂക്ഷിക്കാനാണ് പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ എടുക്കാൻ പോകുന്ന കണ്ണുകളാ. ഇത്രയും നേരം ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുത്ത് കുറച്ച് സമയം കിട്ടാനാ. എന്നും വെച്ച് പാർട്സ് എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെയും വളരുന്ന സാധനമൊന്നുമില്ല. വേദന ഇല്ലാന്നും കരുതി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ സീനാവും. അങ്ങനെ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് നമ്മളുടെ റോസ് എത്തുന്നത്. വരുന്നു, സാമിൻ്റെ തലയ്ക്കങ്ങടിക്കുന്നു. സോ തൽക്കാലത്തിന് നമ്മളുടെ നെയ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നെയ്റ്റും റോസും തമ്മിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. റോസ് ഹെൽമെറ്റ് ഊരി. ഇത് കണ്ടേക്ക് നെയ്റ്റ് ആണെങ്കിൽ കിളി പറന്നിട്ടിരിക്കുന്നുണ്ട്. കാരണം ലെവൻ ഗെയിം കളിക്കുമ്പോൾ പറഞ്ഞിരുന്ന് നല്ല ബോഡി ഉണ്ടെന്നും 5-6 അടി പൊക്കുണ്ടെന്നൊക്കെയാണ്. എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാ. പക്ഷെ ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. അങ്ങനെ ഈ സമയത്താണ് സാം പിന്നെയും വരുന്നത്. വരാന്ന് മാത്രമല്ല, ഇവരെ 2 പേരായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് റോസ് ഒരു കത്തി എടുത്തിട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നത്. അതാണെങ്കിൽ കറക്റ്റായിട്ട് നെയ്റ്റിൻ്റെ കൈയിൻ്റെ മുകളിൽ അങ്ങ് തുളച്ച് കയറുന്നുണ്ട്. പക്ഷെ അറിയാലോ, അങ്ങനെ അതേ കത്തി കൊണ്ട് തന്നെ ഒരു പണി കൊടുക്കുന്നുണ്ട് നെയ്റ്റ്. പക്ഷെ അതുകൊണ്ടായില്ല, അങ്ങേര് പിന്നെയും വരുന്നുണ്ട്. നെയ്റ്റ് പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ്റെ കാലിൽ തുളച്ച് കയറി അമ്പിൻ്റെ മൂർച്ചയുള്ള ഭാഗം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പണി അങ്ങ് കൊടുക്കുന്നുണ്ട് നെയ്റ്റ്. സോ അങ്ങേര് മരിച്ചു. ഇവൻ്റെ 2 കാലിൻ്റെ ഇടയിലാണ് പുള്ളിക്കാരൻ്റെ തല. അങ്ങനെ അമ്പെടുത്ത് മാറ്റുന്നു. റോസ് മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നു. ശേഷം നമ്മളുടെ നെയ്റ്റ് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടാ. താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. ഇതും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസിൻ്റെ കയ്യിൽ നെയ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോഴാണ് നമ്മളുടെ നെയ്റ്റിന് ഒരു ബുദ്ധി വരുന്നത്. ഡേയ്, നീ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഹാർലിയും കൊണ്ടാണോ? അതെ, പക്ഷെ ഹാർലി എന്നും പറഞ്ഞങ്ങ് നിൽക്കുന്നുണ്ട്. കാരണം ഇവൻ ഇത്രയും കാലം ലുക്ക് കൊണ്ട് മാത്രമല്ല പറ്റിച്ച്. ഇവൻ പറഞ്ഞിരുന്നു ഓരോ കാര്യങ്ങളും തള്ളു മാത്രമാണ്. ലെവൻ്റെ ഹാർലിയാണ് ഈ കാണുന്ന സാധനം. അങ്ങനെ പുറത്ത് നമ്മളുടെ മിൻസിയും ബെന്നും കൂടെ നെയ്റ്റിനോട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് റോസ് പുറത്തേക്ക് വരുന്നതും വണ്ടിയും കൊണ്ടങ്ങ് പോകുന്നതും. പോലീസുകാർ അവനെയും ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ നെയ്റ്റ് ആണെങ്കിൽ നൈസായിട്ട് അങ്ങ് പുറത്ത് കിടക്കുന്നു. അലക്സിൻ്റെ ഗ്യാരേജിലെത്തുന്നു. അവിടെ നമ്മളുടെ ഷെറി ആണെങ്കിൽ സൈമണുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെറി, നമുക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഞാൻ വരുന്നില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാ. അയ്യോ, എന്ന് മുതലാണ് മാഡത്തിന് ഈ ബോധോദയം? ഇത്രയും കാലം ചെയ്തിരുന്നത് മോഷണം തന്നെയല്ലേ? പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരാളെയും കൊന്നിട്ടില്ല. അതെല്ലാം ചെയ്യുന്നത് നീയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഷെറി അവളുടെ വഴിക്ക് വിടാനായിട്ട് സൈമണിന് യാതൊരു താല്പര്യമില്ല. സോ ഗണ്ണെടുക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ നെയ്റ്റ് അങ്ങോട്ട് ഗണ്ണും പിടിച്ചങ്ങ് വരുന്നത്. നീ ആരാ? ഞാനാ നിന്റെ ആൾക്കാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഷെറി, നീ ഓക്കെ അല്ലേ? അത് ശരി, നീ ആ ബാങ്കിലുണ്ടായിരുന്ന ആളല്ലേ? എന്നാൽ നീ കേൾക്കാനായിട്ട് ഞാനൊരു ട്വിസ്റ്റ് അങ്ങ് പൊട്ടിക്കാം. ഈ ഷെറി എൻ്റെ പെങ്ങളാ. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ മോഷണമൊക്കെ ചെയ്തിട്ടുള്ളത്. നിന്നോടുള്ള പ്രേമം വെറും അഭിനയം മാത്രമാണ് നെയ്റ്റ്, ഒരിക്കലുമല്ല. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ തമ്മിലുണ്ടായിരുന്നത് സത്യ. ഇതൊക്കെ കേട്ടിട്ടാകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളുടെ നെയ്റ്റ്. ഷോക്കാവാന്ന് മാത്രമല്ല, അവൻ്റെ ബോധം പൊക്കോണ്ടിരിക്കാൻ. കാരണം കുറേ ചോര പോയിട്ടുണ്ട്. ഒരു അഡർനാലിൻ റഷ് കൊണ്ടാണ് ഇത്രയും ദൂരം വന്നത്. അതടക്കം ചോർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്.
അതങ്ങ് മുതലെടുക്കുന്നുണ്ട് നമ്മളുടെ സൈമൺ. ഗൺ അടിച്ചു തെറിപ്പിക്കുന്നു, ഒന്നങ്ങ് കൊടുക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല, അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കുന്നുണ്ട്. ഷെറിയാണെങ്കിൽ വേണ്ട വേണ്ടാന്നൊക്കെ കുറെ പറയുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കാൻ. അങ്ങനെ നെയ്റ്റിനെ ഒരു കാറിന്റെ അടിയിലോട്ടിടുന്നു. എന്നിട്ട് ഈ കാർ ഇങ്ങനെ പതുക്കെ പതുക്കെ താഴോട്ട് ഇറക്കുന്നുണ്ട്, അതും അവന്റെ തലയിലോട്ട്. അതിൽ നിന്ന് വരുന്ന പ്രഷർ കൊണ്ട് തല പൊട്ടിത്തെറിക്കുമെന്നുള്ളത് 100% ഉറപ്പാ. സോ ഷെറി ഇത് തടയാൻ നോക്കുന്നു. എന്നാൽ അവൾക്കും കിട്ടുന്നുണ്ട്. കിട്ടാന്ന് മാത്രമല്ല, അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സൈമൺ നിൽക്കുന്നത്. അപ്പോഴാണ് ഒരു ബുള്ളറ്റ് സൈമന്റെ വയറിലോട്ട് അങ്ങ് കയറുന്നത്. വെടിവെച്ചേ വേറെ ആരുമില്ല, നമ്മളുടെ ബെന്ന. കൂടെ മിൻസിയുണ്ട്. മിൻസി ഉള്ളിൽ കയറിയ പാടി ഷെറി അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. മരിച്ച അലക്സിന്റെയും സാമിന്റെയും കണക്ഷൻ വെച്ച് ഇവർ സൈമണെ നോട്ട് ചെയ്തു. സൈമണെ പിടിച്ച പെങ്ങളെ പിടിക്കാണ്ടിരിക്കില്ലല്ലോ. ഇനി ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, റോസ്. അങ്ങനെ നെയ്റ്റിനെ ആംബുലൻസിലോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സൈമൺ പിന്നെയും വരുന്നത്. വരാന്ന് മാത്രമല്ല, ബെന്നിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ബുള്ളറ്റ് മിൻസിക്കും കൊടുക്കുന്നു. എന്നിട്ട് ഷെറിയെ കൊല്ലാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. അങ്ങനെ സൈമൺ ആംബുലൻസ് എടുക്കുന്നു, കടന്നു കളയുന്നു. പക്ഷെ പുള്ളിക്കാരനറിയില്ല അകത്ത് നമ്മളുടെ നെയ്റ്റുള്ള കാര്യം. ഇതൊക്കെ കണ്ട ഷെറി പിന്നെ വെറുതെ ഇരിക്കുമോ? രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുന്നുണ്ട് നെയ്റ്റിനെ രക്ഷിക്കാനായിട്ട്. പക്ഷെ ഇവളെ തനിച്ചു വിടാനായിട്ട് മിൻസിക്ക് തീരെ വിശ്വാസമില്ല. ഷെറി പിന്നെ ഒന്നും നോക്കിയില്ല, മിൻസി എടുക്കുന്നു, കാറിലോട്ടിടുന്നു. ഇതിനേക്കാൾ വിശ്വാസം വരാനുള്ള ഐഡിയ വേറെ ഇല്ല. അങ്ങനെ റോസ്, മിൻസി, ഷെറി ഇവർ 3 പേരും കൂടെ പറപ്പിച്ചങ്ങ് പോകുന്നുണ്ട്. ഷെറിക്കാണെങ്കിൽ അറിയാം എങ്ങോട്ടാണ് സൈമൺ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. കാരണം രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത് ഇവർ 2 പേരും കൂടെയാണല്ലോ. അങ്ങനെ സൈമൺ പ്ലാനിന്റെ ഭാഗമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഹാർബറിലോട്ടാ. അവിടെ ഒരു ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ നെയ്റ്റിനാണെങ്കിൽ ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ ആംബുലൻസിന്റെ ഡ്രൈവർ സൈമണാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈമൺ നെയ്റ്റിനെ കാണുന്നത്. അപ്പം തന്നെ ഗണ്ണെടുക്കുന്നുണ്ട്. എന്നാൽ കഷ്ടകാലത്തിന് അതങ്ങ് താഴെ പോകുന്നു. അതെടുക്കാനുള്ള വെപ്രാളത്തിലാണ് സൈമൺ. ഇവിടെ നെയ്റ്റിനെയാണെങ്കിൽ പോലീസുകാർ വിലങ്ങിട്ട് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും 2 കൊലക്കേസിലെ പ്രതിയാണ് ഇപ്പം നമ്മളുടെ നെയ്റ്റ്. സോ വിലങ്ങില്ലാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ നെയ്റ്റ് വിലങ്ങിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈവിരലൊടിക്കുന്നു, വിലങ്ങൂരുന്നു. എന്നിട്ട് കൈയങ്ങ് നേരെയാക്കുന്നുണ്ട്. ശേഷം അവിടെ ഇരിക്കുന്ന മറ്റേ CPR കൊടുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതായത് മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം, അത് നെയ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഒരറ്റം സ്വന്തം ശരീരത്തിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ അറ്റം നേരെ സൈമണിനും കൊടുക്കുന്നു. അതോടുകൂടെ ഷോക്ക് അടിക്കുന്നു, ആംബുലൻസിന്റെ കൺട്രോൾ പോകുന്നു, മറിയുന്നു. അങ്ങനെ നെയ്റ്റ് ഒരു വിധത്തിൽ ആംബുലൻസിന്റെ പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോഴാണ് സൈമൺ പിന്നെയും വരുന്നത്. വരാന്ന് മാത്രമല്ല, ആ ചെങ്ങയുടെ സൈക്കോത്തരം മൊത്തത്തിൽ അങ്ങ് പുറത്തെടുക്കുന്നുണ്ട്. നെയ്റ്റിനെ അടിച്ചടിച്ച് ആംബുലൻസിന്റെ പുറത്തേക്കിടുന്നു. നെയ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവശനാ, തീരെ വയ്യവന്. അങ്ങനെ ഈ സമയത്താണ് ഷെറിയും ടീമും അങ്ങോട്ടെത്തുന്നത്. എന്നാൽ മിൻസിക്കും തീരെ വയ്യ. സോ മിൻസി അവളുടെ ഗണ്ണ് ഷെറിക്ക് കൊടുക്കുന്നു. ഷെറി, ആ പന്ന സൈമൺ കാരനാ എൻ്റെ പാർട്ട്ണർ മരിച്ച്, അതുകൊണ്ട് മിസ്സാക്കരുത്. അങ്ങനെ ഷെറി ഗണ്ണും കൊണ്ടങ്ങ് പോകുന്നു. മിൻസിയം കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് നമ്മളുടെ റോസും. ഇവിടെ സൈമൺ ആണെങ്കിൽ മുട്ടൻ വയലൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്റ്റിന്റെ കൈ പിടിച്ചൊടിച്ച് എല്ലാം അങ്ങ് പുറത്താക്കുന്നു. ആ കൈ ഇപ്പൊ തൂങ്ങിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെറി അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല, കുറെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ യാതൊരു കാര്യമില്ല. അവളുടെ കഴുത്ത് പിടിച്ചിട്ട് അങ്ങ് കൊല്ലാൻ നോക്കുന്നുണ്ട് സൈമൺ. അപ്പോഴാണ് നെയ്റ്റ് എപ്പി പെൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കാണുന്നത്. ആംബുലൻസിൽ ഉണ്ടായിരുന്നതാ. എപ്പി പെൻ എന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്തൊരു മനുഷ്യന് കുറച്ച് ഊർജ്ജം കൊടുക്കുന്ന ഒരു സാധന. അതായത് നേരത്തെ പറഞ്ഞ അഡ്രനാലിൻ റഷ്. അതോടുകൂടെ നെയ്റ്റ് അങ്ങ് എഴുന്നേൽക്കുന്നു. കയ്യിൽ നിന്ന് പുറത്തു വന്ന എല്ലുകൊണ്ട് സൈമന്റെ കഴുത്തിലോട്ട് അങ്ങ് കുത്തിയിറക്കുന്നു. സോ സൈമൺ മരിച്ചു. അതോടൊപ്പം നെയ്റ്റിന്റെ ബോധവും പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. നെയ്റ്റിന് ബോധം വന്നു. പക്ഷെ ഇവന്റെ ശരീരത്തിൽ തുന്നിക്കെട്ടാത്ത ഒരു സ്ഥലവും ബാക്കിയില്ലാട്ടാ. ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് ലോസ്, ബ്രെയിൻ ഹെമറേജ്, പൊള്ളല്, പിന്നെ പോരാത്തിന് പൊട്ടിയ കുറച്ച് എല്ലുകളും. ഇതൊന്നും ഫീൽ ചെയ്യാണ്ടാണ് പുള്ളിക്കാരൻ തല്ലി പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാം അവസാനിച്ചു. ഇവന്റെ പേരിലാണെങ്കിൽ കൊലക്കേസ് ഉൾപ്പെടെ കുറെ കേസുകൾ ഉണ്ട് ഇപ്പോൾ. പക്ഷെ മിൻസി അവളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ശ്രമിച്ചിട്ട് 6 മാസം ഹൗസ് അറസ്റ്റും 5 വർഷം പ്രൊബേഷനും ആക്കി. പക്ഷെ ഷെറിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഈ ഒരു കേസിൽ പിടിക്കപ്പെട്ടോണ്ട് തന്നെ മുമ്പ് നടന്നിട്ടുള്ള കേസുകളിൽ അവൾ പ്രതിയായി. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. അവൾ ഇപ്പോഴും ജയിലിലാട്ടാ. അവൾ പുറത്തിറങ്ങുന്നതും കാത്തിട്ട് നമ്മളുടെ നെയ്റ്റും. നെയ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്റ്റ് അവന്റെ ടാറ്റു അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. അവൻ ആ ടാറ്റു കംപ്ലീറ്റ് ചെയ്തു. കാമുകൻ തന്റെ ലവറിനെ രക്ഷിക്കുന്നു. ഇതായിരുന്നു ആ ടാറ്റു. അതോടുകൂടെ ടാറ്റു കംപ്ലീറ്റ് ആയി. നമ്മളുടെ സിനിമയും കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ